ഹലോ ഗായ്സ്, എന്താണ് വിശേഷം? ഇന്ന് ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ്. അതായത് മൊത്തത്തിൽ മഴക്കാറും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ചൂണ്ടിടാൻ പോയാലോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഇപ്പോൾ ചൂണ്ടയില്ല. ചൂണ്ടക്കടയിൽ പോയി ചൂണ്ടയും മേടിച്ച് നമുക്കവിടെ ചൂണ്ടിടാൻ പോകാം. മീൻ കിട്ടുമെന്ന് അറിയില്ല, കുഴപ്പമില്ല. കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി, അതേ മൈൻഡാണ്. പോയാലോ. അപ്പം നമ്മളെ ഉണ്ട് കൂടെ. അപ്പം നമ്മൾ സാധനം മേടിക്കാൻ പോയേക്കാം. വെള്ളവും അവിടെ പോകണമെങ്കിൽ കളയൊന്നുമില്ല. ഒരു കാട് പോലത്തെ സ്ഥലത്തിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വെള്ളവും മറ്റേ ചിപ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ കേട്ടേ ബിസ്നാലേ ജസ്റ്റ് മേടിക്കാൻ വേണ്ടി കടയിൽ കഴിക്കണം. നമുക്ക് പോയിട്ടും ഡീറ്റെയിൽ ആയിട്ട് വീട് വിടാം. Let's go inside. They're the finest you can get them, and I don't sell them. It's illegal to sell them. Oh, bass! Oh, come up, son. I'll show you that. I thought it was minerals for trout. ഇതൊക്കെ നമ്മൾ മെയിൻ ഇട്ട് കൊടുക്കുന്ന നാട്ടിലെ എരന്ന് Yeah, come up and I'll show you the lures. ഇതെല്ലാം A good one would be your video me. Yes, or a reel for you. Where were you mackerel fishing or pollock fishing? Mackerel. Mackerel. Like this mackerel. Yes, show me. Where were you? Ballycotton? No. Ballycotton, I didn't get anything. The insect. Insect, right, yeah. ഹലോ ഗായ്സ്, നമ്മൾ മാക്കറിൽ പിടിക്കാനുള്ളത് പിടിക്കാവുന്നതാണ്. അത് അയില. ഇതാണ് അയിലയ്ക്കുള്ളത്. Good fun, isn't there? ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അയിലയ്ക്കുള്ളത് കിട്ടും. ഒരു ഒറ്റ ഇതിനകത്ത് നമുക്ക് എത്ര ഉണ്ടെന്നറിയോ? 3, 2, 5 അയില കിട്ടും. 5 അയിലയ്ക്കുള്ളുണ്ട്. നമ്മുടെ ഷിമാനോ റീൽസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത്. സ്റ്റിക്കിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ഇത് റോൾ ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ എറിഞ്ഞിട്ടാണ് നമ്മൾ കറക്കി പിടിക്കില്ലേ ഈ നൂല്. അതിന്റെ റീലാണത്. ഇതാണ് ഷിമാനോ റീൽസ്. ക്വാളിറ്റി ഉള്ള ആ റീല് നമ്മൾ മേടിച്ചിട്ടുണ്ട്. കാരണം ചിലത് ഒടിഞ്ഞു പോകും. ക്വാളിറ്റി ഉള്ള മേടിച്ചിട്ട് നമ്മൾ അതിനകത്ത് ആ പ്ലാസ്റ്റിക് തൊയ്യല്ല, അതിന്റെ ആ നൂല് റീല് ചുറ്റാണ് കാണുന്നത്. ക്വാളിറ്റി ഉള്ള റീലില് എന്താ? Do you want me to put it all through and fix it again for you? Yeah. This is how you tie them on. Put a blood knot. Yeah. Nine or 10. And at the bottom, hold it. So don't wind this into this. Okay. ഇതാണ് അതിന്റെ എറിയുമ്പോ പോണ എന്താ വെയിറ്റ്. Do you need some feathers? They are actually dyed chicken feathers. You know, chicken feather. They're just dyed in different colors. ഇത് ഫെദർ എന്ന് പറയും. അതായത് ഇതിനകത്ത് 5 കുളത്തുണ്ട് കേട്ടോ. 1, 2, 3, 4, 5 കുളത്ത്. ഇത് നമ്മുടെ നാട്ടിലെ ഞാഞ്ഞൂള് ഇരന്ന് കേൾക്കൂലേ, അതൊന്നും വേണ്ട. ഇത് ചുമ്മാ കിട്ടാൽ മതി. ഇത് കാണിച്ചു തരാം. ഇതൊക്കെ അയിലയ്ക്കുള്ളതാണ്, മാക്കറിലുള്ളത്. ഇതെല്ലാം അങ്ങനെയുള്ള ചെറിയ മീനുകൾക്കുള്ളതാണ്. പിന്നെ ഇതൊക്കെ വറ്റ പോലുള്ള മീനുകൾക്കെല്ലാം ഇത് കിട്ടും. ഓക്കെ, ഇതൊരു ഷോപ്പൊന്നും ഉണ്ട് കേട്ടോ. ഇഷ്ടം സാധനമില്ല. അതുപോലെ ചൂണ്ടയും കാണിച്ചു. ഇത് കുറഞ്ഞ ടൈപ്പ്. ഇതൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും മേടിച്ചിട്ട് കൊണ്ടുചെയ്താം. ഇതൊന്നും മേടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് പെട്ടെന്ന് ഒടിയും. അപ്പോൾ നമ്മൾ കൂടിയ ടൈപ്പ് വലുത് മേടിക്കുക. കാരണം ഇവിടെ വല്ല എല്ലാ ആൾക്കാരും ആദ്യം ചെറുത് മേടിക്കും. അത് ഒടിച്ചിട്ട് രണ്ടാമത് വേറെ മേടിക്കുക. നമ്മൾ പുതിയ ചൂണ്ട ഒരു സെറ്റാക്കിയൊക്കെയാണ്. ഇത് ഹൈറ്റ് വരും. അത് ഞാൻ ഔട്ട്പുട്ട് സെറ്റാക്കാം. ഇതിപ്പോൾ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് ചൂണ്ടക്കട, ടാക്ടിക് ഷോപ്പ്. ലെറ്റ്സ് ഗോ ഫോർ ഹണ്ടിങ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം ഒരു അരമണിക്കൂർ കാട്ടിക്കടന്ന് നടക്കണം. ഇവിടം വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ ആ പോണ വഴിക്ക് മൊത്തം മുള്ളും ഒക്കെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. അവിടെ എല്ലായിടത്തും ഉണ്ട്. മിക്സർ
ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. വല്ലാത്തൊരു യാത്രയാണ്. ഇവിടുന്ന് 1/2 മണിക്കൂർ നടക്കാനുണ്ട് കാട്ടിക്കട. ഓക്കെ, ലെറ്റ്സ് ഗോ. എൻ്റെ പുറകെ പോരാ, ഇതാണ് വഴി. ഒരു വഴിച്ചാലുണ്ട് ചെറുതായിട്ട്, അതിലൂടെ പോകണം. ഇങ്ങോട്ടാ ചൂണ്ടിടാം. കല്ലും മുള്ളും നിറഞ്ഞ കാനഡ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വഴി. റിസ്ക് വഴിയാണ്, പക്ഷേ നോക്കി കണ്ടൊക്കെ പോവാം. അയർലൻഡിൽ പാമ്പില്ല, അതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഈ വഴിയുണ്ടോ? അടിപൊളിയല്ലേ? മേത്ത് കമ്പൊന്നും കൂടെ ഉണ്ടോ നോക്കണേ. ഞാൻ ഈ വഴി വന്ന് എൻ്റെ പുന്നോ കുമ്പിട്ട് പോയി. പക്ഷെ നിങ്ങൾ ആരും പോകാത്ത വഴിയെന്ന് വിചാരിക്കണ്ട. അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ കാണാം ഇഷ്ടം പോലെ മലയാളികളുണ്ട് എന്നവിടെ. പിന്നെ അവിടെ തിരിച്ചു പോയൊരു പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വഴിക്ക് ചെളിയുണ്ട്. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സ് അല്ല ട്രൗസറോ നിക്കറോ പാൻറ്റോ എന്തായാലും വണ്ടിയിൽ വെച്ചേക്കുക. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളമാവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നനഞ്ഞ് ആ വെള്ളത്തോടുകൂടി ഞങ്ങൾ വണ്ടി കയറി പോയി. സീറ്റൊക്കെ നനഞ്ഞ് കുളമായി. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അയ്യോ സെറാമിക് ഒടിയും. അയ്യോ ഇത് സെറാമിക്കായി തുമ്പ്. കാട് ഇതൊന്നും അല്ല, തുടങ്ങിയുള്ളൂ. ഇതിലും കട്ടിയുള്ള സാവിനെ, ഇതിലും കട്ടിയുള്ള സ്ഥലമാണ് മുന്നോട്ട് പോകുന്നോറും. വേണ്ട, അടിപൊളി സ്ഥലമല്ലേ? കഷ്ടപ്പെട്ടാൽ ഫലം കിട്ടും എന്ന് പറഞ്ഞ വിട്ട് എങ്ങനെ കഷ്ടപ്പെടുക തന്നെ. മൊത്തം മുള്ളാണല്ലോ. പൊട്ടു വള്ളി, ചൂണ്ടയുടെ വള്ളി കൊടുക്കുന്നു. അയ്യോ വള്ളി കുരുക്കുന്നുണ്ട്. നോക്കി വന്നാൽ സ്ലിപ്പാണ്, വീഴല്ലേ. ഇവിടെ വീഴില്ല, കാലെടുക്കുള്ളൂ, അത് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മലമേലെ മഴത്തുള്ളി കല്ലും മുള്ളും. അയ്യോ മുള്ളു 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 മുള്ളു. അടുക്കി പിടിച്ചാലേ മലമേലെ മഴത്തു അമ്മ പൊട്ടി. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർക്കിൽ കിൻസെയിലുള്ള മീൻ പിടിക്കുന്ന സ്ഥലം. താഴോട്ട് ഇറങ്ങി പോകണം. ഇനി ഇത്രയും ദൂരം നടന്നു, ഇനി കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ചൂണ്ടെല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ പിന്നെ അത് എറിയാൻ പോവാണ്. നിറയെ ആൾക്കാരുണ്ട്, കുറച്ച് പേർക്കൊക്കെ കിട്ടി. പാറയായതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ കിടക്കും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ എറിയാറായി. എന്താ അവസ്ഥ എന്നറിയില്ല. ഇതാണ് തോന്നണേ. കിട്ടി, ചെറുതാ, എന്തായാലും കുഴപ്പമില്ല. അടിപൊളി.
കുഞ്ഞിതാ പക്ഷെ എല്ലാം കൊടുത്തിട്ടുണ്ട്.